നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊടും ചൂടിനിടെയും അല്പം ആശ്വാസമായി ചിലയിടങ്ങളിൽ മഴയുണ്ട്. എവിടേക്കാണ് മഴയുള്ളതെന്ന് നോക്കാം. ഇന്ന് വരുന്ന മണിക്കൂറുകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല 23, 24, 27 തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 25, 26 തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ തീർത്തും അതൊക്കെ പാലിച്ച് വളരെ സുരക്ഷിതരായിട്ടിരിക്കുക. ശക്തമായ കാറ്റിനെ നേരിടാനുള്ള നിർദ്ദേശങ്ങളും മുന്നേ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ പാലിച്ച് സുരക്ഷിതരായിട്ടിരിക്കുക. എന്നാലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഇനി നമുക്ക് ചൂട് മുന്നറിയിപ്പ് നോക്കാം. കേരളത്തിൽ കടുത്ത ചൂട് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. വെള്ളിയാഴ്ചയും മുന്നറിയിപ്പ് തുടരും. കേരളത്തിൽ ഉഷ്ണതരംഗ സാഹചര്യം ഉണ്ടാകുന്നത് അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നതാണ്. 2016 പാലക്കാട്ടും തൃശൂരും 2024 പാലക്കാട്ടും കോഴിക്കോടുമാണ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത്. 27 മുതൽ വേനൽ മഴ ഉണ്ടാകുമെന്നാണ് പ്രവചനം. തുടർന്നുള്ള ദിവസങ്ങളിൽ മെച്ചപ്പെട്ട തോതിൽ മഴയുണ്ടാകും. 26 വരെ 12 ജില്ലകളിൽ താപനില ശരാശരിയിൽ നിന്ന് 3-4 ഡിഗ്രി കൂടുതലായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം താപനില 40 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ കൊല്ലം, തൃശൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് അവധിയാണ്. ഉഷ്ണതരംഗം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു മേഖലയിലെ 2 ഇടങ്ങളിൽ സാധാരണയേക്കാൾ 4.5 ഡിഗ്രി സെൽഷ്യസോ അതിലധികമോ ചൂട് കൂടി നിൽക്കുന്ന അവസ്ഥയാണ് ഉഷ്ണതരംഗം. സമതല പ്രദേശങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലോ, തീരപ്രദേശങ്ങളിൽ 37 ഡിഗ്രിയോ കൂടുതലോ തുടർച്ചയായി 2 ദിവസം ഇതിൽ 2 എണ്ണം ഉണ്ടായാൽ ഉഷ്ണതരംഗം ഉണ്ട്. സംസ്ഥാനത്ത് ചൂട് വല്ലാതെ കൂടിയതോടെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുചേരുന്ന സാഹചര്യമാണ്. കൂട്ടത്തിൽ കാഠിന്യമേറിയതാണ് സൂര്യാതാപം. ശരീരത്തിലെ ചൂട് അമിതമായി കൂടിയാൽ അത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ടാണ് സൂര്യാതാപം മരണകാരണമാവുന്നത്. അടിയന്തര ചികിത്സ ലഭിക്കേണ്ട അവസ്ഥയാണിത്. അന്തരീക്ഷ താപനില 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 104 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതികഠിനമായ പനി വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയാണിത്. ഭൂമിയിൽ നിന്നുള്ള ചൂട് കൂടിയാകുമ്പോൾ ഇതിലും 4 ഡിഗ്രി വരെ കൂടുതൽ അനുഭവപ്പെടാം. ചർമ്മത്തിൽ പൊള്ളലേൽക്കൽ മാത്രമല്ല മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ആയിരിക്കുക. ഈ പറയുന്ന മുന്നറിയിപ്പൊക്കെ വളരെ ഗൗരവത്തോടെ എടുക്കുക. പ്രത്യേകിച്ച് ചൂട് വല്ലാതെ കൂടിയാൽ രക്തത്തിന്റെ ഘടനയിൽ മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. ഇത് ഹൃദയം, മസ്തിഷ്കം എന്നിവയുടെ പ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കും. പേശികൾക്ക് ക്ഷതം സംഭവിച്ച് മയോഗ്ലോബിൻ ചേർത്ത് രക്തത്തിലെത്താനുള്ള സാധ്യതയുമുണ്ട്. അത് വൃക്കകളെ ബാധിക്കും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ആയിരിക്കുക. സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റുകളുടെ അളവിൽ മാറ്റം വന്ന് ശാരീരിക പ്രവർത്തനങ്ങൾ തകരാറിലാകാനുള്ള സാധ്യതയുമുണ്ട്. ഹൃദയത്തിലേക്ക് രക്തയോട്ടം തടസ്സപ്പെട്ട് ഹൃദയാഘാതം വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഹൃദയപേശികൾക്ക് തകരാറ് സംഭവിച്ച് തെർമൽ കാർഡിയോപ്പതി വരാൻ സാധ്യതയുണ്ട്. അതുവഴി ഹൃദയ പരാജയം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല മസ്തിഷ്ക ആഘാതം വരാനുള്ള സാധ്യതയുണ്ട്. തലവേദന, ആശയക്കുഴപ്പം, അസാധാരണ പെരുമാറ്റം, തലക്കറക്കം, അബോധാവസ്ഥ എന്നിവയിലേക്ക് നയിക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. നിർജ്ജലീകരണം, ചൂട് നേരിട്ടുണ്ടാക്കുന്ന ക്ഷതം, റാപ്ഡോമയോലിസിസ് എന്നിവ വൃക്കസ്തംഭനം ഉണ്ടാക്കുന്നു. കരളിലെ എൻസൈമുകളുടെ അളവ് കൂടുന്നു. കരൾ പ്രവർത്തനം താളം തെറ്റുന്ന സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടുന്നു. ക്ലാസിക് ഹീറ്റ് സ്ട്രോക്ക് പ്രധാനമായും പ്രായമേറിയവരിൽ കാണുന്നതാണ്. പലരും ദീർഘകാല അസുഖമുള്ളവരാകും. ബീറ്റാ ബ്ലോക്കർ പോലുള്ള ചിലതരം മരുന്ന് കഴിക്കുന്നവരാകും. ശരീരത്തിലെ ചൂട് പുറത്തു കളയാനുള്ള സംവിധാനം ഇവരിൽ ശരിയാമിതം പ്രവർത്തിക്കില്ല. ചർമ്മം വരണ്ടിരിക്കും. ഉഷ്ണതരംഗം പോലുള്ളവ ഉണ്ടാകുമ്പോൾ വീടിനകത്തായാലും സൂര്യാതാപം സംഭവിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കണം എന്ന് തന്നെയാണ് ഈ മുന്നറിയിപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അഥവാ ആർക്കെങ്കിലും ഇത്തരത്തിൽ സൂര്യാതാപം ഏറ്റാൽ എന്ത് ചെയ്യണം? പ്രഥമ ശുശ്രൂഷ എന്ത് നൽകണം നോക്കാം. വെയിലുള്ള സ്ഥലത്ത് നിന്ന് മാറ്റി തണലിലോ തണുത്ത മുറിയിലോ കിടത്തുക. തണുത്ത വെള്ളം ഉപയോഗിച്ച് ശരീരം തുടയ്ക്കുക. ഫാൻ അല്ലെങ്കിൽ AC ഉപയോഗിക്കുക. കട്ടി കൂടിയ വസ്ത്രങ്ങൾ നീക്കുക. ധാരാളം വെള്ളം, നാരങ്ങ വെള്ളം, കഞ്ഞിവെള്ളം, സംഭാരം അടങ്ങിയ വെള്ളം നൽകണം കുടിക്കാൻ. വിശ്രമം അത്യാവശ്യമാണ്. ബോധക്ഷയമുണ്ടായാൽ, ശരീരതാപം കുറയാതിരുന്നാൽ, ഛർദി അല്ലെങ്കിൽ ശ്വാസതടസ്സം നേരിട്ടാൽ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക. അതേസമയം അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കുമെന്ന് വനിതാ ശിശു വികസന വകുപ്പ് അറിയിച്ചു. കഠിനമായ ചൂടിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നുമാണ് നടപടി. അങ്കണവാടികളുടെ മറ്റ് പ്രവർത്തനങ്ങൾ പതിവ് പോലെ ആയിരിക്കും. ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട പോഷകാഹാരം
വീടുകളിൽ എത്തിക്കുന്നതായിരിക്കും. അതിനിടെ സംസ്ഥാനത്ത് താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്ന പശ്ചാത്തലത്തിൽ പകൽ 11 മണി മുതൽ 3 മണി വരെ സെൽഫ് ലോക്ക്ഡൌൺ പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പുലർത്തണം. അന്തരീക്ഷ താപനില ഉയർന്നതിനാൽ കൊല്ലം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. അതേസമയം സൂര്യാഘാതമേറ്റ് അതിഥി തൊഴിലാളിക്ക് ഗുരുതര പൊള്ളൽ. കൂത്താട്ടുകുളത്താണ് സംഭവം. ഒറീസ സ്വദേശി പാണ്ഡവ ബൈരയ്ക്കാണ് പൊള്ളലേറ്റത്. ഇദ്ദേഹത്തിന്റെ കൈകളിലും കഴുത്തിലും പൊള്ളലേറ്റു. തടിമില്ലെ ജോലിക്കാരനാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ സൂര്യാഘാതമേറ്റ ഒരു യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു. കണ്ണൂർ പള്ളിപ്പൊയിലിൽ സ്വദേശി സനൽകുമാറാണ് മരിച്ചത്. പള്ളിപ്പൊയിലിൽ കിണർ കുഴിക്കുന്ന ജോലിക്കിടെയാണ് സൂര്യാഘാതമേറ്റത്. ജോലിക്കിടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അപ്പോൾ മരണം വരെ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ എപ്പോഴും പറയാറുള്ളതാണ്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പാലിക്കേണ്ടതെന്നൊക്കെ നമുക്കറിയാം. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനം ഈ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ഈ സമയത്തുള്ള വെയിൽ കൊള്ളാതിരിക്കുക. പ്രത്യേകിച്ച് വെയിൽ കൊള്ളരുതെന്ന് പറയുന്നത് ഇത്തരത്തിൽ കിണർ കുഴിക്കുന്നവർ അല്ലെങ്കിൽ പാറമടയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അത്ര വെയിലേൽക്കുന്ന തരത്തിൽ ജോലി ചെയ്യുന്നവരൊക്കെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് വെയിലേൽക്കരുത് എന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. സെൽഫ് ലോക്ക്ഡൗൺ പാലിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.